ഹായ്, ഞാൻ അമ്പിളി. ഈശ്വരനെ വിശ്വസിക്കാത്തവരായി കുറച്ച് പേരുണ്ടാവും, കുറച്ച് പേർക്ക് വിശ്വാസം കൂടുതലുണ്ടാവും അല്ലേ? ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്, എന്തിലുമുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഒന്നുകിൽ അതിനെ അന്ധമായി വിശ്വസിച്ച് മുമ്പോട്ട് പോവുക, ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നമ്മൾ കാണിക്കുക. മതപരമായ ചടങ്ങുകളും വിശ്വാസങ്ങളും വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ കഴിക്കുന്നത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം. പക്ഷേ അതൊന്നും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പകരമായിട്ടോ അല്ലെങ്കിൽ അതിനൊരു കുറുക്കു വഴിയോ ആയിട്ട് ദയവ് ചെയ്ത് ഓർക്കാതിരിക്കുക. നമ്മളൊരു കുടം വെള്ളം കോരാൻ കിണറ്റിൻകരയിൽ പോകുമ്പോൾ ആ വെള്ളം കോരാനുള്ള ഒരു ശക്തി കിട്ടാനും അത് ചെയ്യാനുള്ള ഒരു മനസ്സിനും വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഈശ്വരൻ വന്ന് ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. എപ്പോഴും നമുക്ക് വഴിപാടുകളോ കാര്യങ്ങളോ ഒക്കെ കഴിക്കാൻ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചെയ്തോളൂ, അതിന് കുഴപ്പമില്ല. പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിക്ക് പകരം ഫലം കിട്ടുമെന്നോർത്ത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ വാക്കുകൾക്കും ഇതിനുമെല്ലാം ഒരു ശക്തി ഉള്ളതുപോലെയാണ് ഈ പ്രാർത്ഥനകളും. അവയെല്ലാം നമ്മെ ശക്തീകരിക്കാൻ, അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊരു ശക്തി നൽകാനും അതിനൊരു ഊർജ്ജമായിട്ടും അതൊരു വിശ്വാസമായിട്ടും മുമ്പോട്ട് പോകാനുമായിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനും ഈശ്വരനെ തൊഴാനുമായിട്ട്. അല്ലാതെ ഈ സഹജീവികളോട് ഒരു കരുണയില്ലാതെ, മറ്റുള്ളവരുടെ ഒരു വേദന കാണാതെ നമ്മൾ പോയി എത്ര വഴിപാടുകൾ കഴിച്ചിട്ടോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് ഫലം ഒരിക്കലും ലഭിക്കുകയില്ല. പിന്നെ ഈ വിശ്വാസങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യരുത്. നമ്മളെ മോണിറ്റർ ചെയ്യാൻ, അതായത് ഈ പ്രകൃതിയുടെ രഹസ്യങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്ന ഒന്നും നമുക്ക് ശരിക്കും അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇതിന് മേലെ എല്ലാത്തിലും ഒരു ആളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കാണാൻ ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസം നല്ലതാണ്. ആ ഒരു വിശ്വാസത്തിലും ആ ഒരു പേടിയിലും നമ്മൾ മുമ്പോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. പക്ഷേ നമ്മുടെ ഈ വിശ്വാസങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക. അവർക്കതായിരിക്കില്ല വിശ്വാസം. അപ്പോൾ ഒരാൾക്ക് ഒരു സബ്ജക്റ്റ് ഇഷ്ടമല്ല എന്നതുപോലെ തന്നെ എന്ന് കരുതി നമ്മളുടെ സബ്ജക്റ്റ് അവർ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ വിശ്വസിക്കാം. പക്ഷേ ഇതൊരു വേറെ നമ്മളുടെ പ്രവൃത്തികൾക്കുള്ള ഒരു കുറുക്കു വഴിയായിട്ട് ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വരനെ കാണാതിരിക്കുക. വിശ്വസിച്ച് മുമ്പോട്ട് പോകുക. നമ്മൾ ചെയ്യാനുള്ള പ്രവൃത്തികൾ നമ്മൾ തന്നെ ചെയ്യണം. അതിനുള്ള ഒരു വഴികാട്ടിയായിട്ടാണ് ഭഗവാൻ നമ്മളിൽ വർത്തിക്കുന്നത്. ഒന്നുകിൽ നമ്മൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും, ഇല്ല എങ്കിൽ നമ്മൾക്ക് എന്ത് പറ്റും എന്നുള്ളത് തിരിച്ചറിയാനെങ്കിലും നമുക്ക് സാധിക്കും. പക്ഷേ എന്തിനാണെങ്കിലും നമ്മൾ തന്നെ പ്രവർത്തിച്ചേ പറ്റുള്ളൂ. ഏത് സാഹചര്യത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും നമ്മൾ മുമ്പോട്ട് പോകാതെ ഒരിക്കലും നമ്മളെ ആർക്കും കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ വിശ്വാസങ്ങളുടെ മേലെ അല്ലെങ്കിൽ ഈ മതപരമായ ചില അനാചാരങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാതെ അവനവൻ്റെ വിശ്വാസങ്ങൾക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ആ ഒരു കരുണയോടുകൂടിയും അവർക്കും നമ്മളെപ്പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ആ കരുതലോടും കൂടി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈശ്വര വിശ്വാസം.